RSS സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നതിന് എതിരെ SFI പ്രതിഷേധം. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച്. താൽക്കാലിക VC വിഷയത്തിൽ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും സമരവുമായി SFI എത്തിയത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. ഉന്മേഷ, SFIയുടെ പ്രതിഷേധ മാർച്ചാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് സമാധാനപരമാണ്. നിലവിൽ മറ്റു സംഘർഷ സാധ്യതയൊന്നുമില്ല. അവരെ പുറത്ത് തടയാൻ പോലീസ് തയ്യാറായില്ല. ബാരിക്കേഡോ മറ്റോ പോലീസ് അവിടെ സ്ഥാപിച്ചിരുന്നില്ല. പകരം പോലീസിന്റെ വലിയ വിന്യാസം സർവകലാശാലയുടെ പലയിടങ്ങളിലായി ഉണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാകട്ടെ, മുന്നിൽ പ്രധാനപ്പെട്ട ഈ കവാടത്തിലാകട്ടെ, അവിടെ എല്ലാം ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ഗേറ്റ് കടന്ന് മുന്നിലേക്ക് വന്ന SFI പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ, അതായത് സർവകലാശാലയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഡോറിന് മുന്നിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യമുണ്ട് ഉന്മേഷ. അത് SFI നേരത്തെ വൈസ് ചാൻസലർമാർക്കെതിരായ അല്ലെങ്കിൽ ഗവർണർക്കെതിരായ സമരങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കിയിരുന്നു. ഒരു വെടിനിർത്തൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു SFI. പക്ഷേ ആ വെടിനിർത്തൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഡിജിറ്റൽ സർവകലാശാല, അതുപോലെ KTU അടക്കമുള്ള സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സർക്കാർ സമവായ നീക്കത്തിലേക്ക് കടന്നിരുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാന മന്ത്രിമാരും ഗവർണറെ എത്തിക്കണ്ട ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് SFI സർവകലാശാല സമരങ്ങൾ പുനരാരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അലക്സ്, ഏതായാലും സമാധാനപരമായി SFIയുടെ പ്രതിഷേധം ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.